നിഷ്കളങ്കരായ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, ഇറാനിൽ ഖമേനിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിലപാടെടുത്തവരല്ലേ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരല്ലേ, അവരെ ജയിലിലടച്ചവരല്ലേ? അപ്പോ ആ ഇറാനെ ആക്രമിക്കുമ്പോ, ആ ഖമേനിയെ കൊലപ്പെടുത്തുമ്പോ ആഹ്ലാദിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇത്തരത്തിലുള്ള വങ്കത്തരം പറയുന്നതിൽ, അറുവഷളത്തരം പറയുന്നതിൽ ഇവര് മൂന്നുപേരും കൈകോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്നത് വർത്തമാനകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാഖിന് ഐക്യദാർഢ്യവുമായി തെരുവുകളിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ്. ഇറാഖിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ? കമ്മ്യൂണിസ്റ്റുകാരെ തുറങ്കിലടച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ? കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ച ആ സദ്ദാം ഹുസൈനെ എന്തിനാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യം ഉന്നയിക്കുന്ന മുൻപറഞ്ഞ വിഭാഗങ്ങൾക്ക് ഒരു മറുപടിയുമില്ല, മുൻപറഞ്ഞ കാരണങ്ങളാൽ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരവേലയാൽ സ്വാധീനിക്കപ്പെടുന്ന രാഷ്ട്രീയമായ മുൻവിധികളില്ലാത്ത മനുഷ്യരോട് ഞങ്ങൾക്ക് സംവദിക്കാനുണ്ട്. എന്താണ് പ്രശ്നം? ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്ത തെറ്റായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമേയല്ല. പിന്നെയോ ഇത് ലോക സമാധാനത്തിന്റെ പ്രശ്നമാണ്, ഇത് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രശ്നമാണ്. കുറച്ചുകൂടി ലളിതമായി വ്യക്തമായി പറഞ്ഞ ഇന്നത്തെ സംഘപരിവാർ ഭരണകൂടത്തെ, ഇന്ത്യൻ ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എല്ലാ നിലയിലും എതിർക്കുന്നവരാണ്. മോദി ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളെ, അവരുടെ ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങളെ, കോർപ്പറേറ്റ് വൽക്കരണത്തെ എതിർക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ ദുർബലപ്പെടുത്തുന്ന സംഘപരിവാരത്തിന്റെ വിദ്വേഷ പ്രചരണത്തെ എതിർക്കുന്നു. അവരുടെ വർഗീയ അജണ്ടകളെ എല്ലാം എതിർക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇഷ്ടമില്ലാത്തവരെ പശുവിന്റെ പേരിൽ കൊന്നുതള്ളാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ എല്ലാം എതിരായി പൊരുതുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയാവട്ടെ, മറ്റേതെങ്കിലും ഒരു ശക്തിയാവട്ടെ, ഒരു സാമ്രാജ്യത്വ ശക്തിയാവട്ടെ, ഇന്ത്യക്കെതിരായി ആക്രമണം അഴിച്ചുവിട്ടാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദ്യരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്? ഒരു സംശയവും വേണ്ട. മോദി ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള ബാഹ്യമായ ആക്രമണത്തെ, കൈകടത്തലിനെ, സാമ്രാജ്യത്വ ആക്രമണത്തെ അതിശക്തമായി എതിർക്കും. അപ്പോ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? നിങ്ങൾ മോദിയെ എതിർത്തവരല്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചയാളല്ലേ മോദി? അവരുടെ വർഗീയ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അവിടെ ഇന്ത്യയുടെ പരമാധികാരത്തിനാണ് വില. അവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവിടേക്ക് കടന്നു കയറുന്ന, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, അവിടുത്തെ ജനങ്ങളെ യുദ്ധക്കെടുതിയിലേക്ക് തള്ളിയിടുന്ന, ലോകത്തിന്റെ തന്നെ സമാധാനം തകർക്കുന്ന സാമ്രാജ്യത്വത്തെ എതിർക്കുക എന്നതാണ് പ്രശ്നം.